ഹായ് ഡിയേഴ്സ്, ഇപ്പോൾ ഇവിടെ സമയം 11 മണിയായി. ഉഗാണ്ടയിൽ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു. ടൊറോറോ എന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ താമസിക്കുന്ന. കമ്പാലയിൽ നിന്ന് 200-250 കിലോമീറ്ററോളം ദൂരത്താണ്. അപ്പോൾ ഏകദേശം 5 മണിക്കൂറോളം എടുക്കും അവർ യാത്ര ചെയ്ത് ഇവിടെ എത്താനായിട്ട്. അപ്പം വൈകുന്നേരം വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര സമയമായിട്ടും എത്തിയില്ല. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ നമ്മളെ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഒരു ഉഗാണ്ടൻ ഫാമിലി കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇന്ന് അവരോടൊന്നിച്ചുള്ള കുറച്ച് നിമിഷങ്ങളായിരിക്കും നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സമയം 11:30 ഇപ്പോഴാണ് അവരെത്തുന്നത്. ആക്ച്വലി ഈവനിങ് വരുമെന്ന് പറഞ്ഞാണ്. പക്ഷെ അവർ ഈ 5 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് വരുന്നത് കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അവരൊരു ബാസ്ക്കറ്റൊക്കെ മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. എന്തിനാണെന്നറിയത്തില്ല. സാധാരണ ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ നമ്മളെ കാണാൻ വരുമ്പോൾ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും. എന്താണെന്നൊന്നും അറിയില്ല. പണ്ട് ഒരു കോഴിയൊക്കെ ഗിഫ്റ്റ് കിട്ടിയത് ഞാനൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയൊരു ബേസണൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ അറിയാം എന്തൊക്കെയാണെന്ന്. ഇവർ കൃഷിയൊക്കെ ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്നത്. പച്ചക്കറിയൊക്കെ ആയിരിക്കും, അറിയില്ല കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്. ഏത്തപ്പഴം ഉണ്ട്, എന്തൊക്കെയോ ചാക്കിലുണ്ട് കേട്ടോ. 2 ചാക്ക് നിറച്ച സാധനം ഏത്തപ്പഴം. വീണ്ടും അവരെടുക്കാൻ പോയിരിക്കും കേട്ടോ. എന്തൊക്കെയുണ്ടെന്നൊന്നും അറിയില്ല. നമുക്ക് നമ്മുടെ നാട്ടിലില്ലാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് അവർക്കറിയാം. പക്ഷെ അവരുടെ ഒരു സ്നേഹവും പ്രകടനവും ഒക്കെ കണ്ടോ. ഒരു 10 കിലോയോളം വരും കേട്ടോ ഈ ഏത്തപ്പഴേ. അത് കൂടാതെ റോബസ്റ്റ പഴവും അതിൻ്റെ അടിയിലുണ്ട്, അതും ഉണ്ടാവും ഒരു 5-6 കിലോയോളം. ചാക്കിനകത്ത് എന്താണെന്നൊന്നും അറിയത്തില്ല, അതൊക്കെ കാണിക്കാവേ. സെക്കൻഡ് ട്രിപ്പ് കയറി വരുന്നുണ്ടേ. ഇച്ചാനൊക്കെ ഇതൊക്കെ കണ്ടിട്ട് വണ്ടടിച്ച് നിൽക്കുകയാണ്. 3ാമത്തെ ട്രിപ്പ് അവർ താഴെ പോയിട്ട് വരുന്നുണ്ടേ. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഉഗാണ്ടൻ ഫാമിലി ഗസ്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ രീതികളൊന്നും അറിയില്ലായിരുന്നു. ഉഗാണ്ടയുടെ ഒരു ഫ്ലാഗ് അവർ കൊണ്ടുവന്നു. അതുകൂടാതെ US-ൻ്റെ ഒരു ഫ്ലാഗ് അവർ കൊണ്ടുവന്നു. നമ്മളിങ്ങനെ ഒന്നും അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ടായി. ഇവര് നമുക്ക് കൊണ്ടുവന്ന കേട്ടോ ഇന്ത്യൻ ഫ്ലാഗ്. അയ്യോ, ഭയങ്കര ഹാപ്പി കേട്ടോ. അവർ നമ്മൾ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കേ. അതൊന്ന് കാണിച്ചേ. ആക്ച്വലി നമുക്ക് ഇതിലൊരാളെ മാത്രമേ പരിചയമുള്ളൂ. നമ്മൾ ഉഗാണ്ടയിൽ വന്ന സമയത്ത് എൻഡബേൽ ഒരു ബീച്ചിൽ നമ്മൾ പോയ സമയത്ത് അവിടെ വെച്ച് ഇവിടുത്തെ ഒരു ഉഗാണ്ടയിലുള്ള ഒരാളെ കണ്ട് അന്ന് പരിചയപ്പെട്ടാണ്. അതിനുശേഷം അദ്ദേഹം പലപ്പോഴായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇന്ന് അവർ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളവരെ വെൽക്കം ചെയ്തു. അപ്പം ഇത്രയും രാത്രിയായി ഇവർ വന്നപ്പോൾ എങ്കിലും നമ്മളെ ഹാപ്പിയാണ്. ഇവരെത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ ഒരു പ്രവൃത്തിയിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ലൈവിലൊക്കെ വന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഉഗാണ്ടൻ പീപ്പിൾസ് എങ്ങനെയാണ്, അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുമോ, അവരുടെ സ്വഭാവം എങ്ങനെയൊക്കെയാണെന്നൊക്കെ. ഇതിലൂടെയൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നതിലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്.
ഇവരുടെ കൾച്ചർ എങ്ങനെയാണ്, ഇവരിയ്ക്കുന്നിടത്ത് ചെന്ന് പാത്രമൊക്കെ കൊടുത്തിട്ട് കൈ കഴുകാൻ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഫിയോണ അത് ചെയ്യുന്നുണ്ട്. കുറച്ച് വൈകിയാണ് അവർ വരുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ഞാനത് എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. വെജ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഫിയോണ ഏകദേശം അവർക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്കറികൾ, ബീഫ്, ഐറിഷ്, അങ്ങനെ ഫിയോണയ്ക്ക് അറിയാമായിരുന്നു എന്തൊക്കെയാണ് അവർ കഴിക്കണേന്ന്. അപ്പോൾ അതൊക്കെ ഫിയോണ പ്രിപ്പയർ ചെയ്തു. ഫിയോണ ഫുഡൊക്കെ കൊടുക്കാനായിട്ട് അവരുടെ കൈയെല്ലാം കഴുകിയതിന് ശേഷം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇവരിൽ ഏറ്റവും ഇവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാരാണോ ആ വ്യക്തിക്കാണ് ആദ്യം ഫുഡ് കൊടുക്കുന്നത്. അതിനുശേഷം പതിയെ ഓരോരുത്തർ വന്നിട്ട് എടുക്കും. അവരുടെ ഫുഡ് വിളമ്പിയെടുക്കുന്ന രീതികളും അവരെ ഫുഡിൻ്റെ മുൻപിൽ കാണിക്കുന്ന റെസ്പെക്റ്റും അതൊക്കെ വളരെ ഭംഗിയായിരുന്നു. നമ്മൾക്ക് കണ്ടിരിക്കേണ്ട കുറേ കാര്യങ്ങളായിരുന്നു. വളരെ കുറച്ച് ഫുഡ് മാത്രമേ അവരെടുക്കുള്ളൂ. അത് ഫുള്ള് കഴിച്ച് തീർത്തതിന് ശേഷം മാത്രമേ അവർ പിന്നെ വേണമെങ്കിൽ ഫുഡ് എടുക്കത്തുള്ളൂ. അതായത് വേസ്റ്റ് ചെയ്യില്ല അവരാരും. കാരണം അവർ കൂടുതലും കർഷകരായതുകൊണ്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കഴിക്കുന്ന ഭക്ഷണമെന്ന് അവർക്ക് നല്ല തിരിച്ചറിവുള്ളത് കൊണ്ട് ഇവിടുത്തെ ആളുകൾ മിക്കവാറും പേര് ഫുഡ് അങ്ങനെ വേസ്റ്റ് ചെയ്യത്തില്ല. അത് പല സ്ഥലങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ആവശ്യത്തിനുള്ള അല്പ ഫുഡ് മാത്രം എടുക്കും. ഇവർ സ്പൈസസ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് നമ്മളിവിടെ കുറച്ച് ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഓരോ പീസ് വെച്ച് കൊടുക്കുക. അവരെല്ലാം ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ ഇവർ സ്പൈസസ് ഒന്നും യൂസ് ചെയ്യത്തില്ലാത്തതാണ്, പക്ഷേ ഇവർ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യൻ ബിരിയാണി റൈസ് ഇവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ ബീഫും അവർക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. നമുക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരത് കെട്ടൊക്കെ അയച്ച് നമ്മളെ കാണിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കടല, ഇത് റൈസ്, ഇവിടുത്തെ റൈസ് ഗാഡ റൈസ്, പോഷോ, ഇത് പോഷോടെ നമ്മുടെ ഇവിടുത്തെ ഫിയോണ കുക്ക് ചെയ്യുന്ന പോഷോ, മാംഗോ, ഇത് സ്വീറ്റ് പൊട്ടറ്റോ, ബനാന, നമ്മുടെ നാട്ടിലെ ബനാന ആൻഡ് റോബസ്റ്റായും ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇവർ കൊണ്ടുവന്നത് കേട്ടോ. ഇത് കുറേ ഉണ്ട് കേട്ടോ, നമുക്ക് വേണ്ടി ഗിഫ്റ്റ് തന്നതാണ്. നമ്മളെ കണ്ട് സംസാരിച്ചിരുന്നു. വലിയ സന്തോഷമായിരുന്നു അവർക്ക്. ഇവർ പോയപ്പോൾ ഏകദേശം വെളുപ്പിന് 2:30 മണിയായി. അത്രയും സമയം അവർ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾ ഹാപ്പിയായി. ഇങ്ങനെ ഒരു രാജ്യത്ത് വന്ന് അവിടുത്തെ ആളുകൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നതിൽ നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു. നമ്മുടെ ആഫ്രിക്കൻ കുടുംബം ഞങ്ങളെ കാണാൻ വന്ന് വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് അവർ കുറേ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഗിഫ്റ്റ് കാണിക്കാൻ കേട്ടോ. ഇതുകൊണ്ട് ഇത് നമ്മുടെ നിലക്കടലയാണ്. ഈ നിലക്കടലയ്ക്ക് ഇവിടെ അത്യാവശ്യം നല്ല വിലയുള്ളതാണ്. ഒരു 25 കിലോയോളം ഈ നിലക്കടല 25 കിലോയോളം അവർ കൊടുത്തരാനിട കേട്ടോ. ഇത് ഇവിടുത്തെ അവരുടെ നല്ല റൈസാണ്. ഓക്കെ, നമ്മുടെ നാട്ടിലെ ബിരിയാണി അരിയൊക്കെ പോലത്തെ അവരുടെ നല്ല റൈസാണിത്. ഇത് അവർ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതും ഒരു
രണ്ടുപേരും കൊണ്ടുവന്നിരിക്കുന്നത്. ഈ റൈസിന് ഇവിടെ ഒരു 7,500 രൂപ വില വരുന്ന റൈസാണ്. ഇവിടുത്തെ 7,500. അപ്പം നാട്ടിൽ ഒരു 160 രൂപ വില വരുന്ന റൈസാണ് ഈ റൈസ്. അത് 2 ചാക്കാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ആ 2 ചാക്കും കൂടെ ഏകദേശം ഒരു 50 രൂപ അടുത്ത് വരും കേട്ടോ. പിന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്ന മെയ്സിൻ്റെ പൗഡറാണ്. മെയ്സ് ഇവിടുത്തെ ഒരു മെയിൻ ഫുഡാണ് പോഷോ എന്ന് പറയും. പോഷോ ഉണ്ടാക്കുന്നത് ഈ മെയ്സ് പൗഡറിലാണ്. അപ്പം അതിൻ്റെയാണ് ഈ മെയ്സ് പൗഡർ ഉള്ളത്. പിന്നെ അവർ കൊണ്ടുവന്നത് മാങ്കോയാണ്. നല്ല മാങ്കോ, അവരുടെ ഫാമിൽ കൃഷി ചെയ്യുന്ന മാങ്കോ. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ, ഇവിടുത്തെ ഒരു മെയിൻ ഫുഡാണ് സ്വീറ്റ് പൊട്ടറ്റോ. അത് നമുക്കൊരു കൊണ്ടുവരാനിടയായി. പിന്നെ ഉള്ളത് നമ്മുടെ നാട്ടിലെ ഏത്തക്ക. ഓക്കെ, ഇതാണ് പഴമാണ് ഏത്തക്ക, നമ്മുടെ നാട്ടിലെ ഏത്തക്ക കേട്ടോ. നല്ല നോക്കി, നല്ല നാടൻ ഏത്തക്ക. ഇവർ തന്നെ കൃഷി ചെയ്ത് നാടൻ ഏത്തക്ക. ഇത്രയാണ് ഇവർ നമുക്കൊണ്ട് കൊണ്ടുവന്നത്. ഈ ആഫ്രിക്കക്കാരുടെ സ്നേഹം എന്നുള്ളത് അത് ഭയങ്കരമാണ് കേട്ടോ. നമ്മളെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നത് വളരെ സന്തോഷകരമാണ്. ഓക്കെ, അപ്പോൾ അവർ വന്നു, ഇപ്പോൾ അവർ യാത്രയാക്കി